ഓസ്ട്രേലിയയിലേക്ക് പോകാനുള്ളൊരു ആഗ്രഹം ഉപരിപഠനത്തിനായിട്ട്. പക്ഷേ ഈ ഒരു സമയത്ത് അത് അത്രയും എളുപ്പമുള്ള കാര്യമായിരുന്നില്ല. ഏജിൻ്റെയും കുറേ സ്റ്റാർട്ടിങ് ആഗ്രഹം ഉണ്ടായിരുന്നെങ്കിലും ആ കുറേ തടസ്സങ്ങൾ പോലെ ഒന്ന് മുടങ്ങിപ്പോയിരുന്നു. പിന്നെ ഇവിടെ വന്നിട്ടാണ് എൻ്റെ ആഗ്രഹം വീണ്ടും ഒരു നിയോഗം പോലെ മാതാവിനോട് പ്രാർത്ഥിച്ച് ഈശോയിൽ നിന്ന് ലഭിക്കുന്നതിനായിട്ട് ഞാൻ പ്രാർത്ഥിച്ചിരുന്നു. പക്ഷേ ആ ഒരുപാട് സ്റ്റാർട്ടിങ് ഭയങ്കര തടസ്സങ്ങളായിരുന്നു. എങ്കിലും ഞാൻ ആ അമ്മയോടൊപ്പം തന്നെ പ്രാർത്ഥിച്ച് ഓരോ പേപ്പർ വർക്ക് ചെയ്തു. അതിനുശേഷം ഓൾമോസ്റ്റ് ഓഫർ ലെറ്ററൊക്കെ വന്ന് എല്ലാ കാര്യങ്ങളും ചെയ്ത് ലാസ്റ്റ് സ്റ്റേജ് ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആയപ്പോൾ ലാസ്റ്റ് സ്റ്റേജ് ആയപ്പോൾ ആ കോളേജിൽ നിന്ന് എനിക്ക് ഓഫർ ലെറ്റർ കിട്ടിയ ആ കോളേജിൽ നിന്ന് വീണ്ടും റിജക്ഷൻ വന്നിരുന്നു. അപ്പം ഞാൻ എൻ്റെ എല്ലാ ഹോപ്പ് പോയ പോലെ, കാരണം അവസാനത്തെ സ്റ്റേജിലും ഇനിയൊന്നും ചെയ്യാനില്ല, കാരണം അവർ പറഞ്ഞിരുന്നു ഇനി ഒന്നും ചെയ്യാനില്ല കഴിഞ്ഞു എന്നുള്ള രീതിയിൽ. പക്ഷേ ആ സമയത്ത് തന്നെ വേറെ കോളേജുകളൊക്കെ ഞാൻ അപ്ലൈ ചെയ്തിരുന്നു. ആ സെയിം ടൈം ഞാൻ പക്ഷെ പ്രാർത്ഥന നിർത്തിയിരുന്നില്ല. ആ പ്രാർത്ഥന ഉടമ്പടി പ്രാർത്ഥനകളെല്ലാം ഞാൻ കണ്ടിന്യൂ ചെയ്തിരുന്നു. അമ്മയോടൊപ്പം കൈ പിടിച്ചിട്ട് ഞാൻ എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്തത്. ആ സമയത്ത് പിന്നത്തെ വീക്കിൽ കോളേജിൽ നിന്ന് റിജക്ഷൻ വന്ന സമയത്ത് പിറ്റേത്തെ ആഴ്ച തന്നെ വേറൊരു കോളേജിൽ നിന്ന് എനിക്ക് ഓഫർ ലെറ്റർ വന്നു. ആദ്യം കിട്ടിയതിനേക്കാളും ഒരു പേപ്പർ വർക്കോ തടസ്സങ്ങളോ ഇല്ലാതെ എളുപ്പത്തിൽ തന്നെ ഡയറക്റ്റ് ഓഫർ ലെറ്റർ ആയിരുന്നു എനിക്കത് കിട്ടിയിരുന്നത്. രണ്ടാമത്തെ ഓഫർ ലെറ്ററിൽ ഒരു തടസ്സവും ഉണ്ടായിരുന്നില്ല. എനിക്ക് ഒരു ബുദ്ധിമുട്ടും ആ സമയത്ത് വന്നിരുന്നില്ല. അതിനുശേഷം തന്നെ ഇങ്ങനെ ഏജൻറ്റ് പറഞ്ഞു ഡയറക്റ്റായിട്ട് നാട്ടിൽ പോയിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യണമെന്ന് പറഞ്ഞു. ഡിസംബർ 1-ാം തീയതി UAE നിന്ന് ഞാൻ നാട്ടിലേക്ക് എത്തി. എല്ലാ പേപ്പർ വർക്കും മെഡിക്കൽ കാര്യങ്ങളൊക്കെ ചെയ്തു. വിസയ്ക്ക് വെക്കാനുള്ള സ്റ്റേജിലെത്തി, വിസയ്ക്ക് വെച്ചു. ആ സമയത്ത് തൊട്ട് മുമ്പ് എല്ലാവരും പറഞ്ഞിരുന്നു ഇത് എളുപ്പമല്ല, കാരണം ഏജ് പിന്നെ ഓൾറെഡി കുറച്ച് കോഴ്സുകളൊക്കെ കംപ്ലീറ്റ് ആയിട്ടിരിക്കുകയാണ്. അപ്പോൾ റിജക്ഷൻ ഈ ഒരു സമയം ഏറ്റവും റിസ്ക്കുള്ള സമയമാണ്. ക്രിസ്മസ് സമയമാണ്, ന്യൂ ഇയർ സമയമാണ്, ഒരുപാട് ക്ലോസിങ് ടൈമാണ്. അപ്പോൾ മാക്സിമം ഒരുപാട് സ്ഥലത്തുനിന്ന് റിജക്ഷൻ വന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഓസ്ട്രേലിയ റിജക്ഷൻ വന്നാൽ പിന്നെ ഒന്നും നോക്കണ്ട, വേറൊരു കൺട്രിക്ക് നമുക്ക് നോക്കാൻ പറ്റില്ല, ലാസ്റ്റ് ഹോപ്പ് എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ ഞാൻ ആ ധൈര്യത്തോടു കൂടി അമ്മയോടൊപ്പം തന്നെ പിടിച്ച് ഞാൻ വെച്ചു. ഡിസംബർ 1-ാം തീയതിയാണ് ഞാൻ വെച്ചത്. അപ്പോൾ എനിക്ക് കുറച്ച് സമയം വെക്കേഷൻ പോലെ കിട്ടിയിരുന്നു ഇവിടെ. എനിക്ക് UAEക്ക് പോകേണ്ട കാര്യമുണ്ടല്ലോ, ഇവിടെ തന്നെയായിരുന്നു. ഡിസംബർ 8-ാം തീയതി മാതാവിൻ്റെ പ്രത്യക്ഷത്തിന് ഡിസംബർ 8-ാം തീയതി ഞാനിവിടെ വന്ന് ഉടമ്പടി പുതുക്കി എൻ്റെ ആദ്യത്തെ നിയോഗമായിട്ട് വിസ തന്ന് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിച്ചിരുന്നു. അതിനുശേഷം ജാനുവരി 1-ന് എനിക്ക് വിസ തന്ന് അനുഗ്രഹിച്ചു. അപ്പോൾ ഈശോയും മാതാവും നല്ലൊരു അനുഗ്രഹമാണ് എൻ്റെ ജീവിതത്തിൽ തന്നത്. ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു അനുഗ്രഹമാണ്. എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു അത്, പണ്ടുള്ളൊരാഗ്രഹം ഇപ്പോൾ നടക്കുന്നുള്ള ആ ഒരു സംഭവമാണ് ഇവിടെ നടന്നത്. അത് ഈശോയ്ക്കും മാതാവിനും ഒരുപാട് നന്ദി.